എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ചില വീടുകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ അന്തരീക്ഷത്തിൽ തന്നെ ഒരു പ്രത്യേക ശാന്തത അനുഭവപ്പെടാറുണ്ട്. ചില വീടുകൾക്ക് ഒരു ആത്മീയമായ ചൈതന്യം ഉള്ളതുപോലെ തോന്നും. അത്തരം വീടുകളിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു സാന്നിധ്യമാണ് പൂച്ചകൾ. ചില വീടുകളിലേക്ക് പൂച്ചകൾ വീണ്ടും വീണ്ടും വരും. ചില വീടുകളിൽ അവ സ്ഥിരമായി താമസിക്കും. ചില വീടുകളിൽ അവ കുടുംബാംഗങ്ങളെ പോലെ സ്നേഹിക്കപ്പെടുകയും ചെയ്യും. സാധാരണയായി പലരും ഇത് വെറും യാദൃശ്ചികമെന്ന് കരുതുമ്പോഴും ചിലർ അതിന് പിന്നിൽ ഒരു ആത്മബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് അത്തരം വീടുകളിൽ ജീവിക്കുന്ന സ്ത്രീകളുടെ മനസ്സിനും സ്വഭാവത്തിനും പൂച്ചകളുടെ സാന്നിധ്യത്തിനും തമ്മിൽ ഒരു അദൃശ്യ ബന്ധമുണ്ടെന്നാണ് പലരും പറയുന്നത്. കാരണം പൂച്ചകൾ ഏത് വീട്ടിലേക്കും പോകുന്ന ജീവികളല്ല. അവയ്ക്ക് സുരക്ഷയും സ്നേഹവും സമാധാനവും അനുഭവപ്പെടുന്ന ഇടങ്ങളിലേക്കാണ് അവ വീണ്ടും വീണ്ടും തിരികെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ പൂച്ചകൾ സ്ഥിരമായി എത്തുന്ന വീടുകളിലെ സ്ത്രീകൾക്ക് ചില പ്രത്യേക സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകുമെന്ന് പഴമക്കാർ പറഞ്ഞു വരുന്നുണ്ട്. അത്തരം സ്ത്രീകൾ പുറമേ നോക്കുമ്പോൾ സാധാരണക്കാരായി തോന്നാം. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു വലിയ സമുദ്രം പോലെ ആഴമുള്ള വികാരങ്ങൾ ഒളിഞ്ഞിരിക്കും. ജീവിതത്തിൽ ഒരുപാട് വേദനകളും ഒറ്റപ്പെടലുകളും അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അവർ അത് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കാറില്ല. സ്വന്തം മനസ്സിലെ സങ്കടങ്ങൾ മറച്ചുവെച്ച് മറ്റുള്ളവർക്ക് സന്തോഷം നൽകാൻ ശ്രമിക്കുന്നവരായിരിക്കും അവർ. പലപ്പോഴും വീട്ടിൽ എല്ലാവരും ആശ്രയിക്കുന്നത് ഇത്തരം സ്ത്രീകളെ ആയിരിക്കും. കുടുംബം തകർന്നു പോകാതിരിക്കാൻ സ്വന്തം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പോലും അവർ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ഒരു പ്രത്യേക കരുണയും സഹനശക്തിയും വളരുന്നു. പൂച്ചകൾക്ക് മനുഷ്യരുടെ മനസ്സ് തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ശാന്തതയും സ്നേഹവും നിറഞ്ഞ മനസ്സുള്ള സ്ത്രീകളുടെ അടുത്തേക്ക് അവ കൂടുതൽ അടുപ്പം കാണിക്കുന്നത്. ഇത്തരം സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലൊരു സമാധാനവും ഐക്യവും നിലനിൽക്കുന്നതായി പലരും പറയാറുണ്ട്. കാരണം ഇവർ കുടുംബത്തിലെ എല്ലാവരുടെയും വേദന മനസ്സിലാക്കുന്നവരാണ്. ആരെങ്കിലും വിഷമിച്ചാൽ ആദ്യം ആശ്വസിപ്പിക്കാൻ എത്തുന്നത് ഇവരായിരിക്കും. സ്വന്തം പ്രശ്നങ്ങൾ എത്ര വലിയതായാലും മറ്റുള്ളവരുടെ കണ്ണീരാണ് ഇവരെ കൂടുതൽ അലട്ടുന്നത്. അതുകൊണ്ടാണ് പലരും ഇവരെ ആ വീട്ടിലെ ലക്ഷ്മി ദേവിയായി വിശേഷിപ്പിക്കുന്നത്. പണം മാത്രമല്ല, മനസമാധാനവും കുടുംബസ്നേഹവും നിലനിർത്തുന്ന ശക്തിയാണിവർ. വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നാലും കുടുംബം തകരാതിരിക്കാൻ മനോബലം നൽകി എല്ലാവരെയും ചേർത്തു നിർത്തുന്നവരാണ് ഇത്തരം സ്ത്രീകൾ. അവർക്കുള്ള ആത്മധൈര്യം പലപ്പോഴും മറ്റുള്ളവർക്ക് അത്ഭുതമാകും. ഇവർക്ക് സൗന്ദര്യത്തോടും വൃത്തിയോടും ഒരു പ്രത്യേക ഇഷ്ടമുണ്ടാകും. എത്ര തിരക്കുള്ള ജീവിതമായാലും തങ്ങളെ വൃത്തിയായി സൂക്ഷിക്കാൻ അവർ ശ്രമിക്കും. വീട് മനോഹരമാക്കാനും അതുപോലെ തന്നെ എല്ലാവർക്കും സുഖകരമായ അന്തരീക്ഷം ഒരുക്കാനും അവർ ശ്രദ്ധിക്കും. പലപ്പോഴും അവരുടെ കൈവെപ്പിൽ ഉണ്ടാകുന്ന ഭക്ഷണത്തിനും ഒരു പ്രത്യേക രുചിയുണ്ടാകും. കാരണം അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത് വെറും കടമയായി കാണുന്നില്ല, സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമായി കാണുന്നു. കുടുംബാംഗങ്ങൾ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ അവർക്ക് ഉള്ളിൽ ഒരു വലിയ സംതൃപ്തി ലഭിക്കും. അങ്ങനെ സ്നേഹവും കരുതലും നിറഞ്ഞ മനസ്സുള്ളവരുടെ വീടുകളിലേക്കാണ് പൂച്ചകൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്നതെന്ന് പലരും വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള സ്ത്രീകൾ പലപ്പോഴും ജീവിതത്തിൽ തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിൻ്റെ വേദന അനുഭവിച്ചവരായിരിക്കും. അവർ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യും. പക്ഷേ പലർക്കും അവരുടെ വില മനസ്സിലാകുന്നത് വളരെ വൈകിയാണ്. ചിലപ്പോൾ അവർ നിശബ്ദമായി കരയുകയും ചെയ്യും. എന്നാൽ അടുത്ത നിമിഷം തന്നെ വീട്ടുകാരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കാനും അവർക്ക് കഴിയും. അവരുടെ മനസ്സിലെ ആ നിശബ്ദ വേദനയും സഹനവും പൂച്ചകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുവെന്നാണ് വിശ്വാസം.
അതുകൊണ്ടാണ് പൂച്ചകൾ അത്തരം സ്ത്രീകളുടെ അടുത്ത് സുരക്ഷിതത്വം അനുഭവിക്കുന്നത്. ഒരു കുടുംബത്തിൽ കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുമ്പോൾ അത് ഒതുക്കി എല്ലാവരെയും വീണ്ടും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും ഇത്തരം സ്ത്രീകളായിരിക്കും. സ്വന്തം അഹങ്കാരം ഉപേക്ഷിച്ചും തെറ്റില്ലാത്ത കാര്യങ്ങളിൽ പോലും മാപ്പു പറഞ്ഞും ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാൻ അവർ തയ്യാറാകും. കാരണം അവരുടെ മനസ്സിൽ കുടുംബം എന്നത് ഏറ്റവും വലിയ മൂല്യമാണ്. പലർക്കും അവരുടെ ഈ ത്യാഗം മനസ്സിലാകാതെ പോകാം. എന്നാൽ സമയം കടന്നു പോകുമ്പോൾ അത്തരത്തിലുള്ള സ്ത്രീകളുടെ അഭാവം ആ വീട്ടിൽ ഒരു വലിയ ശൂന്യതയായി മാറും. ഇവരുടെ ജീവിതം പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ സാധാരണമായി തോന്നാം. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു യോദ്ധാവിൻ്റെ മനസ്സാണ്. എത്ര പ്രതിസന്ധികൾ വന്നാലും അവർ തളരാതെ മുന്നോട്ടു പോകും. ജീവിതം പലവട്ടം അവരെ പരീക്ഷിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഓരോ തവണയും അവർ കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ ഇവരുടെ മനോബലത്തെ പലരും അത്ഭുതത്തോടെ കാണുന്നു. ചിലപ്പോൾ സ്വന്തം ആരോഗ്യവും വിശ്രമവും പോലും മറന്ന് കുടുംബത്തിന് വേണ്ടി ഓടുന്നവരായിരിക്കും ഇവർ. അതുകൊണ്ടാണ് ഇവരെ വേദനിപ്പിക്കരുത് എന്ന് പലരും പറയുന്നത്. കാരണം സത്യസന്ധമായി സ്നേഹിക്കുന്ന ഒരു മനസ്സിനെ വേദനിപ്പിക്കുമ്പോൾ അതിൻ്റെ ഫലം ജീവിതത്തിൽ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. പൂച്ചകൾ ഒരു വീട്ടിൽ വീണ്ടും വീണ്ടും വരുന്നത് ചിലർക്ക് വെറും പതിവായിരിക്കാം. എന്നാൽ ചിലർ അതൊരു അടയാളമായി കാണുന്നു. ആ വീട്ടിലുള്ള സ്ത്രീകളുടെ ഹൃദയത്തിലെ സ്നേഹവും കരുണയും സഹനവും ആ ജീവികൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയുന്നുവെന്ന വിശ്വാസമാണ് അതിന് പിന്നിൽ. സ്നേഹം ഉള്ളിടത്തേക്കാണ് എല്ലാ ജീവികളും ആകർഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പൂച്ചകളുടെ സാന്നിധ്യം ചിലപ്പോൾ ഒരു വീടിൻ്റെ ആത്മാവിനെ കുറിച്ച് പറയുന്ന ഒരു നിശബ്ദ ഭാഷയായിരിക്കാം. ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ നോക്കുമ്പോൾ അവർ വെറുമൊരു കുടുംബാംഗമല്ലെന്ന് മനസ്സിലാകും. അവർ ഒരു വീടിൻ്റെ അടിത്തറ പോലെയാണ്. പലപ്പോഴും ആ വീട്ടിൽ എല്ലാവർക്കും ധൈര്യം നൽകുന്ന ശബ്ദം ഇവരായിരിക്കും. പുറത്തുള്ളവർക്ക് അവരുടെ ജീവിതം എളുപ്പമാണെന്ന് തോന്നാം. പക്ഷേ അവർ കടന്നുപോയ വഴികൾ അറിയുമ്പോൾ പലരും അത്ഭുതപ്പെടും. ബാല്യകാലം മുതൽ തന്നെ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തവരായിരിക്കാം അവർ. സ്വന്തം ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും മാറ്റിവെച്ച് കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ പഠിച്ചവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ഒരു വലിയ പക്വതയും കരുണയും വളരുന്നു. പൂച്ചകൾ പോലുള്ള ജീവികൾക്ക് ഈ ശാന്തവും കരുണയുള്ള മനസ്സ് വളരെ വേഗം തിരിച്ചറിയാൻ കഴിയുന്നുവെന്നാണ് പലരും വിശ്വസിക്കുന്നത്. ചില വീടുകളിൽ പൂച്ചകൾ പ്രത്യേകിച്ച് ഒരാളുടെ അടുത്ത് മാത്രം കൂടുതൽ അടുപ്പം കാണിക്കും. അവരെ പിന്തുടർന്ന് നടക്കുകയും അവരുടെ അടുത്ത് കിടക്കുകയും അവർ വിഷമിക്കുന്ന സമയങ്ങളിൽ പോലും ഒപ്പം ഇരിക്കുകയും ചെയ്യും. ഇത് കാണുമ്പോൾ പലർക്കും അത്ഭുതം തോന്നാം. എന്നാൽ ആത്മീയമായ രീതിയിൽ ചിന്തിക്കുന്നവർ പറയുന്നത് മനസ്സിൽ നന്മയും സഹാനുഭൂതിയും കൂടുതലുള്ള ആളുകളെയാണ് പൂച്ചകൾ കൂടുതൽ തിരഞ്ഞെടുക്കുന്നതെന്നാണ്. പ്രത്യേകിച്ച് ഒരുപാട് നിശബ്ദ വേദനകൾ ഉള്ള സ്ത്രീകളുടെ അടുത്ത് അവയ്ക്കൊരു പ്രത്യേക അടുപ്പമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കാരണം പുറത്തേക്കൊന്നും പറയാതെ ഉള്ളിൽ കരയുന്ന മനസ്സുകളെ ലോകം തിരിച്ചറിയാതിരുന്നാലും ചില ജീവികൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പഴമക്കാർ പറയുന്നത്. ഇത്തരം സ്ത്രീകൾക്ക് മറ്റുള്ളവരുടെ വിഷമം വളരെ വേഗം മനസ്സിലാകും. ഒരാളുടെ മുഖം കണ്ടാൽ തന്നെ അവർക്ക് ആ വ്യക്തി സന്തോഷത്തിലാണോ ദുഃഖത്തിലാണോ എന്ന് തിരിച്ചറിയാൻ കഴിയും. കാരണം ജീവിതം അവരെ അത്രയും അനുഭവങ്ങളിലൂടെ കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വേദനയെ അവർ ഒരിക്കലും ചെറുതായി കാണില്ല. ആരെങ്കിലും സഹായം ചോദിച്ചാൽ സ്വന്തം ബുദ്ധിമുട്ടുകൾ മറന്നുപോലും അവർ സഹായിക്കാൻ തയ്യാറാകും. പലപ്പോഴും അവരുടെ ഈ നന്മ തന്നെ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. കാരണം എല്ലാവരും അവരുടെ സ്നേഹത്തെ മനസ്സിലാക്കണമെന്നില്ല. ചിലർ അത് ഉപയോഗിക്കുകയും ചിലർ അവഗണിക്കുകയും ചെയ്യും. എന്നാൽ എത്ര തവണ വേദനിച്ചാലും അവർ വീണ്ടും സ്നേഹിക്കാൻ തയ്യാറാകും. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ പലരും തളർന്നു പോകും. പക്ഷെ ഇത്തരം സ്ത്രീകൾ തകരുന്ന കുടുംബത്തെ വീണ്ടും കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും. ചിലപ്പോൾ വീട്ടിൽ പണം കുറവായിരിക്കാം, പ്രശ്നങ്ങൾ കൂടുതലായിരിക്കാം,
ബന്ധങ്ങളിൽ അകലം വന്നിരിക്കാം. എന്നാൽ ഇവർ ഉള്ളിടത്തോളം ആ വീട് പൂർണ്ണമായി തകരില്ലെന്ന് പലരും വിശ്വസിക്കുന്നു. കാരണം അവർ ഒരു അദൃശ്യ ശക്തി പോലെ എല്ലാവരെയും ചേർത്ത് നിർത്തും. സ്വന്തം കണ്ണുനീർ ഒളിപ്പിച്ച് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ അവർക്ക് കഴിയും. ജീവിതത്തിലെ ഏറ്റവും വലിയ ധൈര്യം അതാണെന്ന് പറയാം. പലപ്പോഴും ഇത്തരം സ്ത്രീകൾക്ക് ഉറക്കം പോലും സമാധാനത്തോടെ ലഭിക്കാറില്ല. കുടുംബത്തിലെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ അവരുടെ മനസ്സിൽ ഭാരമായി കിടക്കും. കുട്ടികളുടെ ഭാവി, ഭർത്താവിൻ്റെ ബുദ്ധിമുട്ടുകൾ, വീട്ടിലെ സാമ്പത്തിക അവസ്ഥ, ബന്ധുക്കളുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെയെല്ലാം അവർ ഉള്ളിൽ ചുമന്നുകൊണ്ടിരിക്കും. എന്നാൽ അതൊന്നും അവർ പുറത്തു കാണിക്കാറില്ല. കാരണം അവർ കരഞ്ഞാൽ കുടുംബം തളർന്നു പോകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് പലരും ഇവരെ വീട്ടിലെ ദേവതകളോട് ഉപമിക്കുന്നത്. ഒരു വീട്ടിൽ സമാധാനവും ഐശ്വര്യവും നിലനിർത്തുന്നത് വെറും പണമല്ല, ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ മനസ്സാണെന്ന് പറയപ്പെടുന്നു. ഇവരുടെ സ്നേഹത്തിൽ ഒരു മാതൃത്വത്തിന്റെ ആഴമുണ്ടാകും. സ്വന്തം മക്കൾ മാത്രമല്ല, ചുറ്റുമുള്ള എല്ലാവരെയും കരുതാൻ അവർക്ക് കഴിയും. ചിലപ്പോൾ വീട്ടിലേക്ക് വരുന്ന പൂച്ചകളെ പോലും അവർ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ പരിചരിക്കും. വിശന്നാൽ ഭക്ഷണം കൊടുക്കും, അസുഖം വന്നാൽ നോക്കും, മഴയിലും തണുപ്പിലും അവയെ സംരക്ഷിക്കും. ഈ കരുണയാണ് പൂച്ചകളെ വീണ്ടും വീണ്ടും അത്തരം വീടുകളിലേക്ക് ആകർഷിക്കുന്നതെന്ന് പലരും കരുതുന്നു. സ്നേഹം കിട്ടുന്നയിടം ജീവികൾക്ക് ഒരിക്കലും മറക്കില്ല. ഇത്തരം സ്ത്രീകളുടെ മറ്റൊരു പ്രത്യേകതയാണ് അവരുടെ ആത്മീയമായ മനസ്സ്. അവർ അധികം സംസാരിക്കാതിരുന്നാലും ഉള്ളിൽ ദൈവവിശ്വാസം ശക്തമായിരിക്കും. ജീവിതത്തിൽ എത്ര കഷ്ടത വന്നാലും ഇതും കടന്നുപോകും എന്നൊരു വിശ്വാസത്തോടെ അവർ മുന്നോട്ടു പോകും. പലപ്പോഴും അവർ രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് സംസാരിക്കുന്നവരായിരിക്കും. ആരോടും പറയാൻ കഴിയാത്ത വേദനകൾ അവർ പ്രാർത്ഥനകളിൽ തുറന്നു പറയും. ഈ നിശബ്ദ പ്രാർത്ഥനകളാണ് അവരെ വീണ്ടും ശക്തരാക്കുന്നത്. ചിലർക്ക് ഇവരുടെ വില അവർ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ മനസ്സിലാകില്ല. കാരണം ഇവർ ഒരിക്കലും സ്വന്തം ത്യാഗങ്ങളെക്കുറിച്ച് പറയാറില്ല. വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് അവർക്ക് സന്തോഷം. എന്നാൽ ഒരു ദിവസം ഇവർ അകന്നു പോയാൽ മാത്രമേ ആ വീട്ടിൽ എത്ര വലിയ ശൂന്യത ഉണ്ടാകുന്നുവെന്ന് ആളുകൾ തിരിച്ചറിയൂ. കാരണം അവർ ഇല്ലാതാകുമ്പോൾ ആ വീട്ടിലെ സമാധാനവും ചിരിയും പോലും കുറയുന്നത് പോലെ തോന്നും. ഇത്തരത്തിലുള്ള സ്ത്രീകളെ മനഃപൂർവ്വം വേദനിപ്പിക്കരുത് എന്ന് പലരും പറയുന്നത് വെറുതെ ഭയപ്പെടുത്താനല്ല. സത്യസന്ധമായി സ്നേഹിക്കുന്ന ഒരു ഹൃദയം തകർന്നാൽ അതിൻ്റെ വേദന വളരെ ആഴത്തിലായിരിക്കും. ഒരാളുടെ കണ്ണുനീരിന് പിന്നിൽ എത്ര ത്യാഗങ്ങൾ ഉണ്ടെന്ന് പലപ്പോഴും ലോകം കാണുന്നില്ല. എന്നാൽ ജീവിതം എല്ലാം തിരിച്ചു നൽകുന്നുവെന്നാണ് പലരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്മ നിറഞ്ഞ മനസ്സുകളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവസാനമായി പറയാനുള്ളത്, പൂച്ചകൾ ഒരു വീട്ടിലേക്ക് വരുന്നത് വെറും ഒരു സാധാരണ സംഭവമായി ചിലർ കാണാം. എന്നാൽ ചിലർക്ക് അത് ആ വീട്ടിലെ സ്ത്രീകളുടെ ഹൃദയത്തിലെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒരു അടയാളമാണ്. എല്ലാ ജീവികളും സ്നേഹത്തെയാണ് തേടുന്നത്. സ്നേഹം ലഭിക്കുന്നിടത്താണ് അവയ്ക്ക് സമാധാനം. അതുപോലെ തന്നെയാണ് മനുഷ്യ ജീവിതവും. ഒരു വീട്ടിൽ സ്നേഹവും കരുതലും ത്യാഗവും നിറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ വീട് എത്ര ചെറിയതായാലും അവിടെ ഒരു വലിയ സമ്പത്തുണ്ടാകും. അത് പണമല്ല, മനുഷ്യബന്ധങ്ങളുടെ സമ്പത്താണ്. അത്തരത്തിലുള്ള സ്ത്രീകളാണ് ഒരു കുടുംബത്തിന്റെ യഥാർത്ഥ ശക്തി. അവർ നിശബ്ദമായി സഹിക്കുകയും സ്നേഹിക്കുകയും കുടുംബത്തെ ചേർത്തു നിർത്തുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ചില വീടുകളിലേക്ക് പൂച്ചകൾ വീണ്ടും വീണ്ടും എത്തുന്നത് അവിടെയുള്ള സ്നേഹമുള്ള ഹൃദയങ്ങളെ തേടിയാകാം. ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും സമൃദ്ധിയും എന്നെന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.